വാസുദേവൻ ഈ ആനയാന്നോ? വാസുദേവനാന്നോ ആന? എടി ഈ വാസുദേവൻ നിന്റെ വാസുദേവൻ. അതെ നിങ്ങളിപ്പോ ഞാനോട് ആനയുടെ പേരാ. ഓ ആനയുടെ പേരാന്നോ അത്? പിന്നെ എന്നോട് ചായ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചായ എടുത്തോണ്ട് വരാം വീട്ടിൽ. ചെയ്യോ ദൈവമേ കുറച്ച് തുണിയുണ്ട് അലക്കാൻ. തേക്കിന്റെ വാട പ്ലാവ് ആഞ്ഞിലി. ഇത് നല്ല ഷർട്ട്. ഇത് ഇവിടെ തേച്ചങ്ങിട്ടോളൂ. അയ്യോ ദൈവമേ. എടി ചായ ആയോ? ആ വരുന്നേ. ആയോ ആയോ ചായ കൊണ്ടോ? കേറണ്ട, അതിനു മുമ്പേ ചായ സംശയിക്കാൻ ഒരു ഇതുമില്ല സംശയത്തിന്. എന്തോ സംശയം? എന്തോ സംശയം? സംശയം എന്നാ ചായ കൊണ്ട് കുടിക്കേ. ചായ കുടിച്ചേ. എടി ദൈവം തമ്പുരാനേ, ആ ചെറുക്കനെ ഷർട്ട് എടുത്തോണ്ട് പോയില്ലയോ? ഇത് കണ്ടു കഴിഞ്ഞ ആവശ്യമില്ലാത്ത പരിപാടി ഇവിടെ നടക്കും ഇന്ന്. എനിക്ക് പയ്യെ ഇന്ന്. എന്താ ചായ കുടിച്ചില്ലയോ? ഇവിടെ ഷർട്ട് എന്ത്? എന്തോ ഷർട്ട്? എന്താ ഷർട്ട് എന്നോ? എന്റെ ഷർട്ട് ഇവിടെ കിടന്ന് എന്ത് ചെയ്യും? അത് എനിക്കറിയാമോ. നിങ്ങളെ ബാഗ് നോക്ക്, ഷർട്ട് കാണുമോ അവിടെ? എന്റെ കയ്യിലിരിപ്പ് എന്തുവാ? എന്റെ കയ്യിലിരിപ്പ് എന്തുവാന്ന് അത് ഞാൻ എന്തുവാ പറയുന്നത്? എന്റെ കയ്യിലിരിക്കുന്ന എന്തുവാന്ന്? എന്റെ കയ്യിൽ എന്തോ ഇരിക്കും കേട്ടോ. മറ്റേ കൈ കാണിച്ചേ. രണ്ട് കൈ ഒന്ന് പോയിക്കേ. അയ്യോ അതിനാണ് പാട്. അങ്ങനെ തിരിഞ്ഞേ. എന്റെ ഷർട്ട് മനസ്സിലായോ? ഇനി അണ്ണൻ ഇതുപോലെ കാണിച്ച് ഞാൻ കണ്ടുപിടിക്കാം. ഞാൻ പിടിച്ചു. മറ്റേ കൈ ഒന്ന് കാണിച്ചേ. ഇല്ല. മറ്റേ കൈ കാണിച്ചേ. ഇല്ല. ഇനി രണ്ട് കൈയും പൊക്കി കണ്ടുപിടിച്ചു. എങ്ങനെയുണ്ട് കളി? ഈ കളി മുമ്പോട്ട് പോകത്തില്ല പോനെ. എന്തോ കാര്യങ്ങള് എന്റെ നടക്കത്തില്ല. സുലോയിന് വെളച്ചിൽ നടക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താ? കഴിഞ്ഞ ആഗസ്റ്റ് 2-ാം തീയതി നിന്നെ ഞാൻ വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ല. നീ എവിടെ ആയിരുന്നു? അയ്യോ അണ്ണാ ഇങ്ങോട്ട് വന്നേ. അത് ഇപ്പം വിളിച്ച് ഫോൺ എടുക്കാത്ത കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യം ഞാൻ ഓർത്തത്. എന്തോ കാര്യം പറ. ജോർജ് കുട്ടി ഇല്ലയോ? ജോർജ് കുട്ടിയുടെ വീട്ടില് ഇപ്പൊ ആ മൂത്ത കൊച്ചും ഇളയ കൊച്ചും തള്ളയും മാത്രമേ അവിടെ താമസിക്കുന്നത്. ജോർജ് കുട്ടി അവിടെ ഇല്ലായിരുന്നു. രാത്രി 12 മണിയായപ്പം അവിടെ ഒരു ചെറുക്കൻ കേറി വന്നു. കേറി വന്നിട്ട് ആ മൂത്ത പെണ്ണും ഈ ചെറുക്കനും എന്തോ ഈ ശപോശ ഭയങ്കര പിടിയും വലിയ ഉണ്ടായി. ഇത് കണ്ടോണ്ട് പെറ്റതള്ളേ അവിടെ നോക്കി നിൽക്കുവോ. അവര് ഓടി വന്നിട്ട് ഒരു ഇരുമ്പോടി എടുത്ത് ആ ചെറുക്കനെ തലയ്ക്ക് ഒരൊറ്റ അടി അടിച്ചു. എന്നിട്ട് ആ ചെറുക്കൻ അവിടെ വീണത് കത്തു. മരിച്ചുപോയി. എന്നിട്ട് ഇത് ജോർജ് കുട്ടിയെ വിളിച്ചു പറഞ്ഞപ്പം ജോർജ് കുട്ടി പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്തു? ആ വാഴത്തോട്ടത്തിൽ കുഴി എടുത്തിട്ട് കൊണ്ടുവന്ന് അങ്ങ് മറവ് ചെയ്ത് ഈ ബോഡി കുഴിച്ചിട്ടു. എന്റെ ദൈവമേ, നേരം വെളുത്തപ്പോ ഉണ്ടല്ലോ പട്ടാളക്കാര്, പത്രക്കാര്, പോലീസുകാരെല്ലാം കൊണ്ട് അവരുടെ മുറ്റം അങ്ങ് നിറഞ്ഞു. എന്നിട്ട് എങ്ങനെയായി ബോഡി കുഴിച്ചെടുക്കാൻ? കുഴിച്ചെടുത്തു. ചത്തയൊരു പശുവിന്റെ ബോഡി. എന്നിട്ട് ഈ ചെറുക്കൻ വന്നൊരു മഞ്ഞ കാറാന്ന് തോന്നുന്നു. ആ മഞ്ഞ കാർ ജോർജ് കുട്ടി രാത്രി തന്നെ രായ്ക്ക് രാമാനം കൊണ്ടുവന്ന് ആ പാറക്കുളത്തിൽ കൊണ്ടുവിട്ടു. അതും പിടിച്ചു പോലീസ്. അതും പൊക്കി. ദൃശ്യം ഞാനൊരു 10 പ്രാവശ്യം ഞാൻ കണ്ടു. എന്റെ ചോദ്യം അതല്ല. ആഗസ്റ്റ് 2-ാം തീയതി നീ എന്താ ഫോൺ എടുക്കാൻ ഞാൻ ചോദിച്ചത്? പാറപ്പള്ളി ധ്യാനം അടിക്കാൻ ചെവിക്കല്ലടിച്ച് പറഞ്ഞു. എനിക്കറിയാം നീ അതിന് വരുമായിരുന്നു. ഞാൻ കാര്യം പറയാം. 2-ാം തീയതി വിശക്കുന്നുണ്ടോ? ഞാൻ ദോശ എടുത്തോണ്ട് വരണോ? ദോശ വേണം. മനസ്സിലായില്ലയോ? പിന്നെ വല്ല ഫോണിന്റെ പ്രശ്നം പറഞ്ഞില്ലേ? അനിയൻ കുഞ്ഞിന്റെ പറഞ്ഞേ. അനിയൻ കുഞ്ഞിന്റെ ഫോൺ കുത്തിയെന്ന് പറഞ്ഞേ. എന്റെ പൊന്നു മോനെ, നിങ്ങൾ നല്ല പാർട്ടി പൊടി കുഞ്ഞിന്റെ ഇടയ്ക്കാണ് ഈ ഫോൺ കൊടുത്തു വിടുന്നത്. അംഗൻവാടി പോകുന്ന കുഞ്ഞിന്റെ ഇടയ്ക്ക് വില കൊടുപ്പുള്ള ഫോൺ കൊടുത്തു വിട്ടേക്കും. ഞാനാ കൊണ്ട് കുത്തിയിടുന്നത് ഇവിടെ. അപ്പൊ ആരാ അനിയൻ കുഞ്ഞ്? എന്റെ പേര് അനിയൻ കുഞ്ഞ്. ഈ മുതുമുതക്കലാണ് അനിയൻ കുഞ്ഞ്. അവനെ അങ്ങനെ എല്ലാരും വിളിക്കുന്നത്. പാവാ. നീ ഇവിടെ എത്ര ദിവസമായി വന്നിട്ട്? ഞാൻ ഇവിടെ ഒരാഴ്ചയായി താമസത്തിന്. ഒരാഴ്ച. നമ്മുടെ കുഞ്ഞുങ്ങളെന്തേ? അയ്യോ ഞാൻ പറയാൻ മറന്നു. അപ്പച്ചി കൊണ്ടുപോയി. ഒരാഴ്ചത്തെ അവധി ഉണ്ടല്ലോ. ഞങ്ങൾ താമസിക്കാൻ വന്നിട്ട് നമ്മളെ പിള്ളേരും അങ്ങ് പോയി. നീ തൊട്ടപ്പുറത്താ നീ താമസിക്കുന്നേ? അത് ശരി. എത്ര ദിവസത്തേക്കാ ഇത്? ഞങ്ങളൊരു 11 മാസത്തേക്കിനെ എഗ്രിമെന്റ് ചെയ്തേക്കുന്നത്. 11 മാസം ഇവിടെ താമസിക്കും. ഇതിനിടയ്ക്ക് ഇവളോട് കാര്യം പറയാൻ മറന്നുപോയി. എന്തുവാ? എന്നെ അവിടുന്ന് വിളിച്ചു. 10-11 മാസം കഴിഞ്ഞിട്ട് ചെന്നാ മതി പണിക്ക്. നിങ്ങൾ വന്നപ്പം പറഞ്ഞ എന്തുവാ? നാളെ തന്നെ പോവാന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ സംശയം. എത്ര മാസം ഉണ്ട് നീ ഇവിടെ? എത്ര മാസം ഉണ്ട്? 11 മാസം. കൈ പിടിച്ചേ. ഞങ്ങൾ 11 മാസം ഉണ്ട്. എനിക്ക് അത് കഴിഞ്ഞ് പോയാ മതി. അല്ലെ എനിക്ക് സംശയമുള്ള ചേട്ടാ ഇതാണ്. ഇത് വല്ലാത്ത സംശയം കേട്ടോ. നിങ്ങൾ സംശയം ചുമ്മാ പറഞ്ഞാൽ ഇവിടെ ചുമ്മാ പറഞ്ഞാൽ എനിക്ക് സംശയം ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ല സംശയം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ സംശയം പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പനെ വിളിക്കട്ടെ. അപ്പനെ വിളിക്കട്ടെ. നിങ്ങൾ അപ്പനാ?
ഇതാ ഇവിടെ പരിപാടി കണ്ടോ നൈസിൽ എന്റെ തന്തയ്ക്കും വിളിച്ചു ചേട്ടാ എന്തൊരു ചേച്ചി ആ കുഞ്ഞെ ഏ? കണ്ണി എരി വീണു അയ്യോ, എരി വീണ് എന്റെ കണ്ണില് ഒന്ന് ഊതി ഇങ്ങോട്ട് വന്ന അതങ്ങനെ എന്റെ കണ്ണ് കാണത്തില്ല ശരി ഞാൻ ഊതട്ടെ നീ വന്നൊന്ന് ഊതാ നീ കുഞ്ഞെന്റെ എന്നെ ഊതാൻ പറ്റട്ടെ എന്നാ. നീ അങ്ങനെ വെച്ച് ചോദിച്ചാൽ ഒരു ഗ്യാപ്പ് വേണം പോയല്ലോ പോയി അത് മതി അല്ലാതെ എന്റെ കണ്ണ് കാണത്തില്ലെന്നും പറഞ്ഞ് അതൊന്നും എന്ന് വരും മക്കൾ എന്ന് വരും മക്കള് അവര് ഒരാഴ്ച എടാ ഞാനാണ് ഇവിടുത്തെ ആണ് എന്നോട് ചോദിക്കേ